ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടോസ് അക്കാഡമി. ഏവരോടും വളരെ സന്തോഷപൂർവ്വം തന്നെ പറയട്ടെ, കഴിഞ്ഞ 5 വർഷങ്ങളായി കേരളത്തിലെ സെറ്റ് കേട്ടറ്റ് എക്സാമുകളിൽ വളരെ മികച്ച റിസൾട്ട് നേടിക്കൊണ്ടാണ് ടോസ് അക്കാഡമി മുന്നേറിയിട്ടുള്ളത്. ഈ വർഷവും എക്സാം എഴുതിയിട്ടുള്ളതിൽ സെറ്റ് കേട്ടറ്റ് എക്സാമുകളിൽ വളരെ മികച്ച വിജയമാണ് ടോസ് അക്കാഡമി കൈവരിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, വരാൻ പോകുന്ന സെറ്റ് എക്സാം, അതായത് 2025 ജാനുവരി സെറ്റ് എക്സാമിന് കോച്ചിങ് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാന കണ്ടന്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ, സെറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു. അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് കൺഗ്രാറ്റ്സ്. അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോവുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണം ഇത്തവണ കിട്ടിയില്ല, മേ ബി നിങ്ങൾ പഠിക്കാത്തതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു ചാൻസ് നഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, അടുത്ത എക്സാമിലേക്ക് അത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അടുത്ത എക്സാം എന്ന് പറയുമ്പോൾ ഇനി അധിക മാസങ്ങളില്ല. അതായത് ഇപ്പൊ തന്നെ സെപ്റ്റംബർ ആയി, ഇനി ഡിസംബർ വരെയുള്ള ഒരു കാലയളവാണ് അടുത്ത എക്സാമിനായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവ് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഇത്തവണ ഉറപ്പായിട്ടും സെറ്റ് എക്സാം ക്വാളിഫൈഡ് ആകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് സ്റ്റഡി ലിസ്റ്റ് ആണ്. സെറ്റ് കൊമേഴ്സിന്റെ സ്റ്റഡി ലിസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ LBSന്റെ ഒഫീഷ്യൽ സൈറ്റ് വഴിയാണ് സെറ്റിന്റെ എല്ലാ വിശദ വിവരങ്ങളും ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു പിക്ചർ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചത് 16th March 2024 അപ്പോൾ മാർച്ച് മുതൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു എക്സാം എഴുതാൻ ലഭിച്ചിട്ടുള്ള ഒരു കാലയളവ് എന്ന് പറയുന്നത് ജൂലൈ വരെയാണ്. അപ്പോൾ മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള 5 to 6 monthsനുള്ളിലാണ് നമ്മുടെ ഒരു സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ് നമ്മുടെ സ്റ്റഡിയുടെ കാലയളവെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റും എക്സാം ഡേറ്റും കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പിക്ചർ ഇതിനോടൊപ്പം ആഡ് ചെയ്തത്. കൊമേഴ്സ് സെറ്റ് എക്സാമിന് മൊത്തം 6 യൂണിറ്റുകളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 യൂണിറ്റുകളിൽ 3 യൂണിറ്റുകളുടെ വിശദമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ ബാക്കി 3 യൂണിറ്റുകളുടെ ക്ലാസ്സുകൾ മറ്റൊരു ടീച്ചർ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ യൂണിറ്റ് 3, യൂണിറ്റ് 5, യൂണിറ്റ് 6 ഈ ഓരോ യൂണിറ്റിൽ നിന്നും ഏകദേശം 20 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ആണ് മുൻ വർഷങ്ങളിലും ഇത്തവണയും ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യത്തെ തന്നെ യൂണിറ്റ് 3യിലേക്ക് പോകാം. യൂണിറ്റ് 3 ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഏകദേശം 5 മൊഡ്യൂളുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കോൺസെപ്റ്റുകളാണ് തുടങ്ങിയിട്ടുള്ളത്. ബേസിക് കോൺസെപ്റ്റുകളും ട്രയൽ ബാലൻസും ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും ഉൾപ്പെടുന്നതാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സും നോൺ ട്രേഡിംഗ് ഫേംസിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മൊഡ്യൂളുകളാണ്. ഇനി തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പനി അക്കൗണ്ട് ആണ്. ഷെയറിന്റെ ഇഷ്യൂ, അതുപോലെ ഡിബഞ്ചർ ഇഷ്യൂ, ഷെയർ വാല്യുവേഷൻ, ഗുഡ്വിൽ വാല്യുവേഷൻ, ഈ പറഞ്ഞ ടോപ്പിക്കുകളാണ് ഈ ഒരു മൊഡ്യൂളിൽ ഉൾപ്പെടുന്നത്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ആണ്. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ മൊഡ്യൂൾ 5ലേക്ക് വരികയാണെങ്കിൽ, മൊഡ്യൂൾ 5ലും ഏകദേശം 5 മൊഡ്യൂളുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 5 മൊഡ്യൂൾ എന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 മൊഡ്യൂളുകളും മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1 മൊഡ്യൂളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ മൊഡ്യൂള്. രണ്ടാമത്തെ മൊഡ്യൂൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും പ്രോജക്റ്റ് ഇവാലുവേഷൻ മെത്തേഡുകളും മോഡേൺ അതുപോലെ തന്നെ ട്രഡീഷണൽ ടെക്നിക്സുകളും പ്രോജക്റ്റ് ഇവാലുവേഷൻ ടെക്നിക്സുകളും ഉൾപ്പെടുന്നതാണ്. മൊഡ്യൂൾ 3 ആകട്ടെ ഫിനാൻസിംഗ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡിവിഡൻഡ് ഡിസിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഡിവിഡൻഡ് പോളിസി, അതുപോലെ തന്നെ ഡിവിഡൻഡ് തിയറീസ്, വർക്കിംഗ് ക്യാപിറ്റൽ, ഈ പ്രകാരം ഉള്ള ടോപ്പിക്കുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സ്, മാർക്കറ്റിംഗ് പ്ലാനിങ് അങ്ങനെയുള്ള കണ്ടന്റുകളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി യൂണിറ്റ് 6 എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്.
അത്യാവശ്യം പ്രോബ്ലം അതുപോലെ തിയറിയും ഫോക്കസ് ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ്, യൂണിറ്റ് കോസ്റ്റ്, പ്രോസസ് കോസ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ മൊഡ്യൂൾ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ആണ്. അതോടൊപ്പം തന്നെ വാല്യൂ അനാലിസിസും വാല്യൂ എഞ്ചിനീയറിംഗും വരുന്നുണ്ട്. അടുത്ത തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൻ ബേസിക് പറയുന്ന ഒരു മൊഡ്യൂൾ ആണ്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ്, ലൈക്ക് റേഷ്യോ അനാലിസിസ് പോലെ. ആൻഡ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ്, ബ്രേക്ക് ഇവൻ അനാലിസിസ് ആൻഡ് മാനേജർ ഡിസിഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്. ഇത്രയും ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 6 ഉൾപ്പെട്ടിട്ടുള്ളത്. സോ ഇപ്പം നമ്മുടെ ഒരു ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ്. അപ്പൊ നമ്മളിപ്പോൾ വിചാരിക്കും എക്സാമിന് ഇനിയും സമയമുണ്ടല്ലോ എന്ന്, പക്ഷെ അതൊരു മിഥ്യാധാരണയാണ്. പെട്ടെന്നാണ്. കാരണം ഈ ഒരു സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഹോളിഡേയ്സ് ആണ് അധികവും. അതിനുശേഷം ഉള്ള കാലയളവ് എന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ട് കണക്കാക്കിയാൽ മാത്രം മതി. എന്നാൽ പോലും സെപ്റ്റംബറിൽ പഠനം ആരംഭിക്കുക എന്നൊരു പാറ്റേണോട് കൂടി തന്നെയാണ് പോകുന്നതെങ്കിൽ സെപ്റ്റംബറിൽ യൂണിറ്റ് 3യുടെ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒക്ടോബറിൽ യൂണിറ്റ് 5ഉം നവംബറിൽ യൂണിറ്റ് 6. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചു പോകുക. ഒരു മാസം 2 യൂണിറ്റുകളുടെ പഠനം നടത്തുക. അതായത് ഇപ്പൊ സെപ്റ്റംബറിൽ നിങ്ങൾ യൂണിറ്റ് 3 ആണെന്നുണ്ടെങ്കിൽ അടുത്ത, അതായത് ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ മറ്റൊരു മിസ് നിങ്ങൾക്ക് ഈ സെപ്റ്റംബറിൽ തന്നെ യൂണിറ്റ് 3നോടൊപ്പം പഠിക്കേണ്ട ഒരു പോർഷൻ ഏതാണെന്നുള്ളത് പറയും. അങ്ങനെ ഈ ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ വെച്ച് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ലാസ്റ്റ് മന്ത്, അപ്പൊ ഡിസംബർ മന്ത് എന്ന് പറയുന്നത് നിങ്ങൾ പഠനത്തിനായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ റിവിഷനായിട്ട് ഉപയോഗിക്കുക. ആ റിവിഷൻ ടൈമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ടോസ് അക്കാഡമി ഒക്കെ തന്നെയാണെങ്കിലും പബ്ലിക്കിന് വേണ്ടിയിട്ട് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി കോച്ചിങ് എടുക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ എല്ലാ വീക്കിലും ആ വീക്കിൽ പഠിപ്പിച്ചിട്ടുള്ള പോർഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീക്ക്ലി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എക്സാം ആകുമ്പോൾ ലാസ്റ്റ് ഒരു മന്ത് എന്ന് പറയുന്നത് ഫുള്ള് റിവിഷനായിട്ട് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോൾ പഠിക്കുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സഹായത്തോടു കൂടി തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ടിംഗ് സെഷനും കണ്ടക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ 3 യൂണിറ്റുകളിലും ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ യൂണിറ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് യൂണിറ്റ് 3 ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എടുക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, കൺവെൻഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ്. ഇപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് ഏകദേശം 2 to 4 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ ആൻഡ് റീകൺസ്ട്രക്ഷനും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ്. ഗുഡ് വിൽ വാല്യുവേഷൻ, അതുപോലെ ഷെയറിന്റെ വാല്യുവേഷനും. ഇനി ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻഷ്യൽ ഡിസിഷൻ, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻസ് എപ്പോഴും സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രോജക്റ്റ് ഇവാലുവേഷൻ ടെക്നിക്കുകൾ, ട്രഡീഷണൽ മോഡേൺ മെത്തേഡുകളും പഠിക്കുക. സ്കോറിംഗ് ടോപ്പിക്കുകൾ ഉൾപ്പെടുന്നതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തിയറീസ് ഓഫ് ഡിവിഡൻഡ്. നിങ്ങൾ ഈ ലാസ്റ്റ് എക്സാം എഴുതിയവരാണെങ്കിൽ പോലും തിയറീസ് ഓഫ് ഡിവിഡൻഡിൽ നിന്നും ഏകദേശം 3 to 4 ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. അത് ലാസ്റ്റ് മാർക്കറ്റിംഗിൽ നിന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു പോർഷനാണ് മാർക്കറ്റിംഗ് മിക്സ്. ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന മറ്റൊരു പോർഷനാണ് ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഡിവിഡൻഡ് പോളിസി, റിസ്ക് ആൻഡ് റിട്ടേൺ, ലിവറേജ് ആൻഡ് മാർക്കറ്റിംഗ്. ഇത്രയുമാണ് ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അതിൽ എടുത്തു പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡിവിഡൻഡ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിവിഡൻഡ് ഡിസിഷൻസ്, അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ പേര്, അതുപോലെ തന്നെ ലിവറേജിന്റെ കാൽക്കുലേഷൻസ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കാൽക്കുലേഷൻസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതുപോലെ തന്നെ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ തുടങ്ങിയിട്ടുള്ള പോർഷൻസ്. ഇനി മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് മാർക്കറ്റിംഗ് മിക്സ്. അതായത് അതുപോലെ തന്നെ 4Ps എന്താണ്, 7Ps എന്താണ് എന്നുള്ള കാര്യങ്ങളും, എസ്പെഷ്യലി സർവീസ് മാർക്കറ്റിംഗ് കൂടി കുറച്ചധികം പഠിക്കുക എന്നുള്ളതാണ്. കാരണം ബിക്കോസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന എക്സാംസിനകത്ത് സർവീസ് മാർക്കറ്റിംഗിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ടീം ലൈക്ക് മാർക്കറ്റിംഗ് മയോപ്പിയ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പോർഷനിൽ നിന്നുള്ള സ്കോറിംഗ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ആദ്യത്തെ യൂണിറ്റിൽ നിന്നും നിങ്ങൾ ആദ്യമേ തന്നെ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് പഠിക്കുക. അതുപോലെ തന്നെ യൂണിറ്റ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, റേഷ്യോ അനാലിസിസ്
റേഷ്യോ അനാലിസിസിൽ ഈ ലാസ്റ്റ് എക്സാമിന് പോലും പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, അതുപോലെ തന്നെ അതിന് മുമ്പുള്ള എക്സാംസിനും സോൾവൻസി റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ, അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ വിശദമായിട്ട് തന്നെ പഠിച്ചു പോകുക. അതിൽ സോഴ്സും ആപ്ലിക്കേഷനും ഈ ലാസ്റ്റ് എക്സാമിന് കൂടി ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് മാർജിനൽ കോസ്റ്റിംഗ്, ബ്രേക്ക് ഇവൻ അനാലിസിസ്, മാനേജർ ഡിസിഷൻ. കഴിഞ്ഞ വർഷം, അതായത് ഈ ടേൺ അല്ല, അതിന് മുമ്പുണ്ടായിരുന്ന എക്സാമിന് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 to 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രേക്ക് ഈവൻ അനാലിസിസും മാർജിനൽ കോസ്റ്റിംഗും അതുപോലെ തന്നെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ എല്ലാ വർഷവും സ്കോറിംഗ് ടോപ്പിക്കിനകത്ത് ഈ ഒരു പോർഷനും ഉൾപ്പെടാറുണ്ട്. സോ ഇനി ഇപ്പോ റീസെന്റ് ആയിട്ട് നടന്നൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ലക്കിന് വേണമെങ്കിൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിൽ സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ നോട്ട് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും, അതുപോലെ തന്നെ എക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റു ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ടും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള സെക്ഷൻസുകൾ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. കാരണം ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ്റ്റ് പൂളും കോസ്റ്റ് ഡ്രൈവറും ആണ്. ഇതിൽ കോസ്റ്റ് പൂളും തന്നിട്ടുണ്ട്, അതുപോലെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ് ഡ്രൈവർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്പർ ഓഫ് മൂവ്മെന്റ്സ് ആണ്. എത്രത്തോളം മെറ്റീരിയൽ മൂവ്മെന്റ്സ് ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പോയിന്റ് ആണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെറ്റപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് അവേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ക്വാളിറ്റി കൺട്രോൾ ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻസ്പെക്ഷന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ. ഇത്തവണ ചോദിച്ചതല്ല, കുറച്ച് വ്യത്യസ്തമായി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ടേഡ് ക്യാപിറ്റൽ ആണ്. അപ്പം വാട്ടേഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ നോട്ട് റെപ്രസെന്റഡ് ബൈ അസറ്റ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തതൊരു മാച്ച് ദ ഫോളോവിംഗ് ആണ്. അതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്നുമാണ്. നമുക്ക് എല്ലാ വർഷവും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോർഷൻ കൂടിയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21, 23, 24, 33 ഇങ്ങനെ ഇതായിരുന്നു ഓപ്ഷൻ. അപ്പൊ ഇവിടെ കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21 എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അപ്പം ഇവിടെയും അതുപോലെ തന്നെ ഈ രണ്ട് ഓപ്ഷനുമാണ് അതിന് ആദ്യമേ നമ്മൾ പരിഗണിക്കാറുള്ളത്. അതിനുശേഷം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 23 എന്ന് പറയുന്നത് ബോറോവിംഗ് കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ഇവിടെയും അത് കറക്റ്റ് ആണ്. എന്നാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24 എന്ന് പറയുന്നത് റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ ആണ്. അപ്പം സിക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ 2 ആണ്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 33 എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയർ ആണ്. അപ്പൊ റൈറ്റ് ഓപ്ഷൻ വന്നിട്ട് ഓപ്ഷൻ ബി ആണ് എന്ന് പറയുന്നത്. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കൺഫ്യൂസിങ് ആകുന്ന തരത്തിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഹലോ എവരിവൺ, ഞാൻ ആര്യ. അപ്പൊ ഞാൻ ടോസ് അക്കാഡമിയുടെ ഫാക്കൽറ്റി ആണ്. അപ്പൊ സെറ്റ് കൊമേഴ്സിന്റെ 3 മൊഡ്യൂളുകളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഏതൊക്കെ മൊഡ്യൂളുകളാണെന്ന് വെച്ചാൽ യൂണിറ്റ് 1, യൂണിറ്റ് 2 ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിറ്റ് 4 ആണ്. അപ്പൊ ഈ ഓരോ മൊഡ്യൂളുകളിൽ നിന്നും നമുക്ക് 6 മൊഡ്യൂളുകൾ മൊത്തം ഉണ്ടെന്ന് നമുക്ക് മിസ് പറഞ്ഞായിരുന്നു. 6 മൊഡ്യൂളുകളിലും നമുക്ക് 20 മാർക്കിന്, ഓരോ മൊഡ്യൂളിൽ നിന്നും 20 മാർക്കിന് 20 മാർക്കോളം ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 120 മാർക്കിനാണ് എക്സാം എന്ന് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അപ്പൊ ഓരോ മൊഡ്യൂളുകളിൽ നിന്ന് നമ്മൾ 20 ക്വസ്റ്റ്യൻസോളം പ്രതീക്ഷിക്കുന്നുണ്ട്.
യൂണിറ്റ് 1-ൽ നിന്നും യൂണിറ്റ് 2-ൽ നിന്നും അതുപോലെ യൂണിറ്റ് 4-ൽ നിന്നും നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റുകൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് 1 ആണ്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ്. ആ ഒരു യൂണിറ്റിനകത്ത് നമുക്ക് 5 മൊഡ്യൂളുകളാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് എന്ന് പറയുന്ന മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന യൂണിറ്റ് നിങ്ങൾക്ക് അത്ര തന്നെ അപരിചിതമായിട്ടുള്ള ഒരു യൂണിറ്റ് അല്ല, എല്ലാവർക്കും തന്നെ പരിചിതമായിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ +1 +2 കാലഘട്ടങ്ങളിൽ തന്നെ പഠിച്ചു വന്നൊരു സബ്ജക്റ്റ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും കുറച്ചും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് ആണ് മാനേജ്മെന്റിന്റെ. നമ്മൾ +1 +2 പഠിക്കുന്ന എല്ലാ കോൺസെപ്റ്റുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. മാനേജ്മെന്റ് തോട്ടുകളും ട്രഡീഷണൽ മാനേജ്മെന്റ് മോഡേൺ മാനേജ്മെന്റും തമ്മിലുള്ള വ്യൂ പോയിന്റും ഒക്കെ തന്നെയാണ് നമ്മൾ ആദ്യത്തെ മൊഡ്യൂളുകളിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിലോട്ട് വരുമ്പോൾ നമ്മൾ ഓരോ ഫങ്ഷൻസ് മാനേജ്മെന്റിന്റെ ഓരോ ഫങ്ഷൻസിനെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. മാനേജ്മെന്റിന്റെ 5 ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിലും അതിൽ എക്സ്ട്രാ വരുന്ന ഫംഗ്ഷൻസും കൂടെ, അതായത് കമ്മ്യൂണിക്കേറ്റിംഗ്, നമുക്ക് 5 ഫംഗ്ഷനാണ് മെയിൻ ആയിട്ടുള്ളത്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്. അതിൽ എക്സ്ട്രാ വരുന്നത് നമ്മുടെ ചില പ്രൊപ്പോണൻസ് പറഞ്ഞിട്ട് കോൺട്രിബ്യൂട്ടേഴ്സ് എക്സ്ട്രാ കൊണ്ടുവന്നതായിട്ടുള്ള ഫംഗ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേറ്റിംഗ്, മോട്ടിവേറ്റിംഗ് ഒക്കെ തന്നെ നമ്മൾ വളരെ ഭംഗിയായിട്ട് വിശദമായിട്ട് പഠിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. അടുത്തതായിട്ട് മൊഡ്യൂൾ 3 നമ്മുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ OB ആണ്. ഓർഗനൈസേഷണൽ ബിഹേവിയറിനകത്ത് നമുക്ക് കുറെ തിയറീസ് പഠിക്കാൻ കാണും. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന എംപ്ലോയീസിന്റെ ഇൻഡിവിജ്വൽ ആകട്ടെ ഗ്രൂപ്പ് ആകട്ടെ അതിന്റെ ബിഹേവിയർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്, അതിനകത്ത് വരുന്ന ടീം ബിൽഡിങ്, ഓർഗനൈസേഷന്റെ അകത്ത് വരുന്ന ഗ്രൂപ്പ് ഡൈനാമിക്സ് പോലുള്ള ബിഹേവിയർ എല്ലാം തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്തതായിട്ട് മൊഡ്യൂൾ 4-ലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഒരു ഫോമിന്റെ സ്ട്രാറ്റജീസ് ഫോം ചെയ്തെടുക്കുന്ന മാനേജ്മെന്റ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. അവിടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കോൺസെപ്റ്റും അപ്രോച്ചസ് കൂടാതെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡൽസുകളുണ്ട് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ, അതും ഇവിടെ ഉൾപ്പെടുന്നു. അവസാനത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള മൊഡ്യൂൾ 5-ല് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് പഠിക്കുന്നത്. ഈ സ്ട്രാറ്റജിക്ക് നമ്മൾ പറഞ്ഞ അപ്രോച്ചുകളും മോഡലുകളും നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നമ്മൾ അവിടെ പഠിക്കുന്നു. കൂടാതെ തന്നെ നമ്മുടെ മൈക്കിൾ പോർട്ടറിന്റെ ഒരു മോഡലും അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ 5 മൊഡ്യൂളുകളും പഠിച്ചു പോകുന്നത്. അപ്പോ ഈ 5 മൊഡ്യൂളുകളും ഓരോന്നും അവയുടെ ഇമ്പോർട്ടൻസ് ഉൾക്കൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതായിട്ട് യൂണിറ്റ് 2 ആണ് ബിസിനസ് എൻവയോൺമെന്റ് പോളിസി ആൻഡ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് നേരത്തെ പോലെ തന്നെ 5 മൊഡ്യൂളുകളാണ് ഈ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് മാക്രോ ആൻഡ് മൈക്രോ എൻവയോൺമെന്റ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ മൈക്രോ എൻവയോൺമെന്റും അല്ലെങ്കിൽ ആസ് എ ഹോൾ അവരുടെ മാക്രോ എൻവയോൺമെന്റും, അതുപോലെ അവരുടെ എക്കണോമിക് എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ, സോഷ്യൽ, കൾച്ചറൽ, ട്രേഡ് എൻവയോൺമെന്റ്, അങ്ങനെ ഒരു ബിസിനസിന്റെ എല്ലാ എൻവയോൺമെന്റിനെയും കവർ ചെയ്യുന്ന രീതിക്കുള്ള പഠനമാണ് മൊഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ മൊഡ്യൂൾ 2-ലോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ ഇന്ത്യൻ എക്കോണമിയാണ് പഠിക്കുന്നത്. ഇന്ത്യൻ എക്കോണമിയുടെ എക്കണോമിക് സിസ്റ്റത്തിനെ പറ്റിയിട്ടും ഗ്രോത്ത് പാറ്റേണിനെ പറ്റിയിട്ടും GDP, പെർ ക്യാപിറ്റ ഇൻകം, എക്കണോമിക് പ്ലാനിങ്, അതുപോലെ ഇന്ത്യൻ എക്കോണമിയുടെ പ്രോബ്ലംസ്, പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് തുടങ്ങിയ പ്രോബ്ലംസ്, പിന്നെ ഓരോ റീജിയൻസിലും ഉണ്ടാകുന്ന ഇംബാലൻസുകൾ, ഗ്ലോബലൈസേഷൻ, ആസ് എ ഹോൾ നമ്മൾ ഇന്ത്യൻ എക്കോണമിയുടെ പല കാര്യങ്ങളും പഠിക്കുന്നത് മൊഡ്യൂൾ 2-ലാണ്. അടുത്ത് നമ്മൾ മൊഡ്യൂൾ 3-ലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഗവൺമെന്റും ബിസിനസ്സും തമ്മിലുള്ള ഒരു ഇന്റർവെൻഷനിലോട്ടാണ്. അവിടെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് WTO,
വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് ബാങ്ക്, FDA ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ നമ്മൾ ട്രേഡ് നടത്തുന്ന പല റീജിയണൽ ഇന്റഗ്രേഷൻസ് ഉണ്ട്, കോർപ്പറേഷൻസ് ഉണ്ട് ട്രേഡ് നടത്താനായിട്ട് നമ്മൾ ഫോം ചെയ്യുന്നത് അല്ലെ. ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, എക്കണോമിക് യൂണിയൻ തുടങ്ങിയ നമുക്ക് ട്രേഡ് നടത്താനായിട്ട് നമ്മൾ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻസുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ മൊഡ്യൂൾ 4-ലാണ് നമ്മൾ പല പോളിസികളും പഠിക്കുന്നത്. പോളിസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോളിസി, എക്സിം പോളിസി, ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ പോളിസി, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി ആൻഡ് PPP പോളിസി, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് പോളിസി. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മൊഡ്യൂൾ 4-ൽ പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ മൊഡ്യൂൾ 5-ലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ മിസ്സാണ് പഠിക്കാനുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിനെയാണ് നമ്മൾ ഭംഗിയായിട്ട് പഠിക്കുന്നത്. അതായത് നമ്മുടെ മിസ്സിന്റെ കോൺസെപ്റ്റുകൾ, സിസ്റ്റം കോൺസെപ്റ്റുകൾ, ഡേറ്റ പ്രോസസ് ചെയ്യുന്നതിന്റെ കോൺസെപ്റ്റ്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും അതിന്റെ ഇംപ്ലിമെന്റേഷനെ പറ്റിയിട്ടും ഒക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 5-ൽ കവർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് 2 പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന അവസാനത്തെ യൂണിറ്റ് ആണ് യൂണിറ്റ് 4, അതായത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്. അതിലും 5 മൊഡ്യൂളുകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് റിസർച്ച് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 1-ല് നമ്മൾ ബേസിക് ആയിട്ട് റിസർച്ചിനെ പറ്റിയിട്ട്, റിസർച്ചിന്റെ നീഡ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, ഏതൊക്കെ തരം റിസർച്ച് ഉണ്ട്, റിസർച്ച് എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ റിസർച്ച് ഡിസൈൻ നമ്മൾ ഫോം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 1-ല് നോക്കുന്നത്. മൊഡ്യൂൾ 2-ല് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു റിസർച്ച് പ്രോബ്ലം ഉണ്ടാകുന്നത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത്, ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുന്നത്, അതിനാവശ്യമായിട്ടുള്ള സ്കെയിലിംഗ് ടെക്നിക്കുകൾ ഏതൊക്കെ, നമ്മൾ ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യുന്നു, ഏതൊക്കെ തരം ഡേറ്റകളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന ഡിസൈൻ എങ്ങനെയാണ്, സാമ്പിൾ സൈസ് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 2-ലും പഠിക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മൊഡ്യൂൾ 3-ലോട്ട് വന്നു കഴിഞ്ഞാലോ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ആണ്. നമ്മൾ കിട്ടിയ ഡേറ്റ എങ്ങനെ അനലൈസ് ചെയ്യും, അതിനെ എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള ടൂൾസുകൾ, അതുപോലെ തന്നെ നമ്മുടെ പ്രോബബിലിറ്റി, തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഇതിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ, പിന്നെ ടെസ്റ്റുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ, നമ്മുടെ പാരാമെട്രിക് ടെസ്റ്റുകളും നോൺ പാരാമെട്രിക് ടെസ്റ്റുകളും വളരെ ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്. അതൊക്കെ തന്നെയാണ് നമ്മുടെ മൊഡ്യൂൾ 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മൊഡ്യൂൾ 4-ലോട്ട് വന്നാലോ നമ്മുടെ ഓപ്പറേഷൻസ് റിസർച്ച് ആണ് അവിടെ എത്തിയിരിക്കുന്നത്. അവിടെ നമ്മുടെ ഓപ്പറേഷൻസ് റിസർച്ചിന്റെ കോൺസെപ്റ്റുകളും നമ്മുടെ ബിസിനസ് ഡിസിഷൻ മേക്കിംഗില് ഓപ്പറേഷൻസ് റിസർച്ച് കൊണ്ടുള്ള യൂസസുമാണ് പഠിക്കുന്നത്. ഇനി മൊഡ്യൂൾ 5-ൽ നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന എന്താണ്, ലീനിയർ പ്രോഗ്രാമിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, അസൈൻമെന്റ്, നെറ്റ്വർക്ക് അനാലിസിസ് തുടങ്ങിയ ഏരിയാസ് ആണ്. നെറ്റ്വർക്ക് അനാലിസിസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടെക്നിക്കുകളാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും പ്രോജക്റ്റ് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് ആയിട്ടുള്ളത്, CPM ആൻഡ് PERT. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻ തിയറി. അപ്പൊ ഇതിലെ ഓരോ മൊഡ്യൂളുകൾക്കും എന്താണ് ഒരേപോലെ മുൻതൂക്കമുള്ള ഒരു യൂണിറ്റും കൂടെയാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കൈകാര്യം ചെയ്യുന്ന 3 മൊഡ്യൂളുകൾ ഇവയൊക്കെയാണ്. അപ്പൊ നമ്മുടെ മിസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ടൈം ലൈൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു ഡിസംബർ ആണ്. അപ്പൊ സെപ്റ്റംബറിൽ ഏത് മൊഡ്യൂളാണ് പഠിക്കേണ്ടതെന്ന് മിസ് പറഞ്ഞു. അതായത് നമ്മുടെ യൂണിറ്റ് 3 ആണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മുടെ യൂണിറ്റ് 3 മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻസ് നവംബർ കൊണ്ട് കംപ്ലീറ്റ് ആകണമെന്നില്ല. നമ്മൾ സെപ്റ്റംബറിൽ തന്നെ യൂണിറ്റ് 3യോടൊപ്പം നമ്മൾ യൂണിറ്റ് 1-ഉം കൂടെ നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്തണം. അതായത് നമ്മുടെ മാനേജ്മെന്റ് കോൺസെപ്റ്റുകൾ കൂടെ ഉൾപ്പെടുത്തി പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ സെപ്റ്റംബറിൽ നമുക്ക് ആ 2 മൊഡ്യൂളുകൾ കവർ ചെയ്യാനായി കഴിഞ്ഞാൽ നമ്മുടെ ഒക്ടോബറിലോട്ട് എത്തുമ്പോൾ നമുക്ക് അടുത്ത മൊഡ്യൂളിന്റെ കൂടെ നമുക്ക് എന്താണ് നമ്മുടെ യൂണിറ്റ് 5-ന്റെ കൂടെ നമുക്ക് യൂണിറ്റ് 2-നെയും കൊണ്ടുപോകാം. നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റും കൂടെ കൊണ്ടുപോകാം യൂണിറ്റ് 5-നോടൊപ്പം. അങ്ങനെ ഒക്ടോബറിലെ പഠനവും അവസാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നവംബറിൽ യൂണിറ്റ് 4, അതായത് നമ്മുടെ റിസർച്ച്
റിസർച്ചിനോടൊപ്പം യൂണിറ്റ് 6നെയും കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 3 സെപ്റ്റംബറിലും യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 5 ഒക്ടോബറിലും യൂണിറ്റ് 4 ആൻഡ് യൂണിറ്റ് 6 നവംബറിലും പഠിക്കുകയാണെങ്കിൽ നമുക്ക് 6 മൊഡ്യൂളുകൾ സെപ്റ്റംബർ ടു നവംബർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡിസംബർ എന്ന് പറയുന്ന ഒരു മന്ത് നമുക്ക് ഈ 6 മൊഡ്യൂളുകളുടെയും റിവിഷന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടിന് വേണ്ടിയിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ മോഡൽ എക്സാം നമുക്ക് നമ്മുടെ അക്കാഡമിയിലാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ ഉള്ള സമയം നമുക്ക് ആ ഒരു ഡിസംബർ മന്തിൽ കിട്ടും. ധാരാളം സമയമാണ് നമുക്ക് ഈ ഒരു ടൈം ലൈൻ വെച്ചിട്ടാണ് നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ യൂണിറ്റ് 1 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തി പഠിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂണിറ്റ് 1ൽ നിന്ന് നമ്മൾ ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത ഏരിയകളിലാണ് സ്കോറിംഗ് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവയെന്ന് പറയുന്നത് ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, 14 പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്കുകൾ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പോലുള്ള ടെക്നിക്കുകൾ, പിന്നെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഓരോന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ് അവയൊക്കെ തന്നെയും. അതുപോലെ തന്നെ മോട്ടിവേഷന്റെയും ലീഡർഷിപ്പിന്റെയും തിയറി ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഗ്രൂപ്പ് ഡൈനാമിക്സിനെ പറ്റിയിട്ട് ട്രെയിനിങ്, പെർഫോമൻസ് അപ്രൈസൽ തുടങ്ങിയ ഓർഗനൈസേഷനകത്ത് വരുന്ന ടോപ്പിക്കുകൾ, സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ മോഡൽസ്, അതുപോലെ തന്നെ നമ്മുടെ മൈക്കൽ പോർട്ടറിന്റെ കോമ്പറ്റീവ് സ്ട്രാറ്റജീസ് ഇവയൊക്കെ തന്നെയും നമ്മുടെ മാനേജ്മെന്റിൽ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്കുകളാണ്. ഇവയെ നമ്മളെ പഠനത്തിൽ നിന്നും നമുക്ക് ഒട്ടും മിസ്സാക്കാൻ പറ്റാത്തവയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് കെയർലെസ് ആയിട്ട് ഇതിനെ ഒഴിവാക്കി കളയരുത്. അതിനുശേഷം നമ്മുടെ റിസർച്ചിലോട്ട് വരികയാണെങ്കിൽ ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് എല്ലാ തവണയും നമുക്ക് ഉറപ്പായിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ റിസർച്ച് സ്റ്റെപ്പുകളെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ ചോദിക്കാം, റിസർച്ച് ഡിസൈൻ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ദെൻ സാമ്പിളിങ്ങിലും മെത്തേഡ്സുകളുണ്ട്, എങ്ങനെയാ സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നുണ്ട്. അതുപോലെ ഡേറ്റ അനാലിസിസിൽ വരുമ്പോൾ അതിന്റെ ടൂൾസും കാര്യങ്ങളും ചോദിക്കാം. ദെൻ ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റുകളും ഏതൊക്കെയാണ് പാരാമെട്രിക് ഏതൊക്കെയാണ് നോൺ പാരാമെട്രിക് എന്ന് പ്രത്യേകം നമ്മൾ എഴുതി പഠിക്കുക. ദെൻ ഓപ്പറേഷൻസ് റിസർച്ച്, ദെൻ CPM അതിൽ നിന്നും ചോദ്യങ്ങളുണ്ട്. പ്രോബബിലിറ്റിയിൽ നിന്നും നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് പ്രോബബിലിറ്റി. ഇങ്ങനെയാണ് ഒരു റിസർച്ചിന്റെ ഇമ്പോർട്ടന്റ് ഏരിയാസ് പോകുന്നത്. അടുത്തതായിട്ട് നമ്മുടെ യൂണിറ്റ് 2 നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിൽ അതുപോലെ തന്നെ മിസ്സിനകത്ത് നമ്മൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത് നമ്മൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് വീണ്ടും വീണ്ടും നോക്കേണ്ട ഏരിയാസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാക്രോ ആൻഡ് മൈക്രോ എൻവയോൺമെന്റ്, നമ്മുടെ ബിസിനസിന്റെ എല്ലാതരം എൻവയോൺമെന്റിനെ പറ്റിയിട്ട് നമ്മൾ നോക്കിയിരിക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഫോമിലൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ ഇന്ത്യൻ എക്കോണമിയുടെ പ്രോബ്ലംസ് ആയിട്ടുള്ള പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, അതിനകത്ത് വരുന്ന പല റേഷ്യോസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, അതുപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റിയിട്ട്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ട്രേഡ് കോപ്പറേഷൻസ് ആയിട്ടുള്ള ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ ട്രേഡ് കോപ്പറേഷൻസ് ഒട്ടും തന്നെ വിട്ടുപോകാൻ പാടില്ല. ദെൻ എക്സിം പോളിസി, then PPP, public private partnership policy, then management information system, അതിന്റെ കോൺസെപ്റ്റുകൾ ഇതൊക്കെ തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തുക പഠനത്തിൽ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. Standard deviation and coefficient of variation are always expressed in the same unit. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, absolute measures of variations are used for comparing variability in distributions. അപ്പൊ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഫോമിൽ തന്നിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ, ഏതൊക്കെയാണ് ട്രൂ ഏതൊക്കെയാണ് ഫോൾസ് തുടങ്ങിയ ചോദ്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് വന്നിട്ട്
രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും ഒരേ യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണോ? അല്ല. ഒന്ന് അബ്സല്യൂട്ടും ഒന്ന് റിലേറ്റീവുമാണ്. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ മറ്റൊന്നിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലല്ല കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ പെർസെന്റേജിലാണ് പലപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത്. പലപ്പോഴും അല്ല, അങ്ങനെ തന്നെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഒരേ യൂണിറ്റിലല്ല എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ദാറ്റ് വൺ എന്ന് പറയുന്നത് റോങ് ആണ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് വേരിയേഷൻസ് ആർ യൂസ്ഡ് ഫോർ കമ്പയറിംഗ് വേരിയബിലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ. അബ്സല്യൂട്ട് മെഷേഴ്സ് ആണോ നമ്മൾ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. റിലേറ്റീവ് മെഷേഴ്സ് ആണ്. റിലേറ്റീവ് ആണ് ഒന്നിനെ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ദാറ്റ് വൺ ഓൾസോ എന്താണ്? റോങ് ആണ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി, both 1 and 2 is false. അപ്പൊ അത് റിസർച്ചിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റിനോട്ട് വന്നു കഴിഞ്ഞാൽ അത് മാനേജ്മെന്റ് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് വർക്ക് ഡൺ ബൈ അതേഴ്സ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ബിലോങ്സ് ടു. ഇത് ആര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്? അപ്പോ ഈ ഒരു മാനേജ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പലർക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ പലരും പറയാൻ പോകുന്നത് ഇത് മേരി പാർക്കർ ഫോലറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഈ 4 ഓപ്ഷനിലും മേരി പാർക്കർ ഫോലറ്റിന്റെ പേരില്ല. പലപ്പോഴും പലർക്കും തെറ്റിപ്പോകുന്ന ഒന്നാണ്. മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് വർക്ക് ഡൺ ത്രൂ പീപ്പിൾ എന്ന് പറയുന്നതാണ് മേരി പാർക്കർ ഫോലറ്റിന്റെ ഡെഫിനിഷൻ എന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ മാനേജ്മെന്റ് ഇസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് ഡൺ ബൈ അതേഴ്സ് എന്നാണ് പറയുന്നത്. ഇതിന്റെ കൂടെ ത്രൂ ആൻ ഓർഗനൈസ്ഡ് മാനർ അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ആരുടെ ഡെഫിനിഷൻ? ഹെറോൾഡ് കൂൺസിന്റെ ഡെഫിനിഷൻ. ആക്ച്വലി ആരുടെ ഡെഫിനിഷൻ ആണ്? ഹെറോൾഡ് കൂൺസിന്റെ ഡെഫിനിഷൻ ആണ്. അദ്ദേഹമാണ് മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് വർക്ക് ഡൺ ത്രൂ അതേഴ്സ് എന്ന് വർക്ക് ഡൺ ബൈ അതേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ സ്നേലി വെൻസനോ അല്ലെങ്കിൽ പീറ്റർ ഡ്രഗറോ ഹെൻറി ഫയോളോ ഒന്നും തന്നെയല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹെറോൾഡ് കൂൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ ഇൻഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് എന്ന് കൂടെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒരിക്കലും നമ്മൾ മേരി പാർക്കർ ഫോലറ്റിന്റെ ഡെഫിനിഷൻ ആണ് ഇതെന്ന് അവകാശപ്പെടരുത്. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാവുന്ന ചോദ്യമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയത്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ദ മീനിങ് ഓഫ് ദ ടേം ഹോമോസ്കെഡാസിറ്റി. ഹോമോസ്കെഡാസിറ്റി പോലുള്ള ടേമുകൾ നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. പലർക്കും അറിയില്ല. അങ്ങനെ വരുമ്പോൾ അത് എക്സാമിന് നമ്മുടെ മാർക്ക് ലോസ് ആകാനുള്ള ചാൻസ് ഉള്ള ഒന്നാണ്. ഇത് നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും റിസർച്ചിലുള്ള പുതിയൊരു ഏരിയ എന്ന് പറയുന്ന എക്കണോമെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹോമോസ്കെഡാസിറ്റി. പലർക്കും തന്നെ ആ ഒരു ഏരിയ അറിയില്ലായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ളതും കൂടെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ നമുക്ക് ഇതൊക്കെ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഹോമോസ്കെഡാസിറ്റിയുടെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഇറർ വേരിയൻസുകൾ റിഗ്രഷൻ ലൈൻ വരയ്ക്കുമ്പോൾ എത്രത്തോളമാണ് വേരി ചെയ്തിട്ടുള്ളതെന്നുള്ള ഇറർ വേരിയൻസുകൾ സെയിം ആയിട്ട് ഇരിക്കുന്നതിനെയാണ്, കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നതിനെയാണ് ഹോമോസ്കെഡാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നാണ്. ദ ഡയറക്ടർ ജനറൽ ഓഫ് WTO ഡ്യൂറിംഗ് ജൂൺ 2021. അതായത് 2021 WTOയുടെ ഡയറക്ടർ ജനറൽ. WTO നമ്മുടെ സിലബസിൽ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ട് മനസ്സിലായല്ലോ. ഇത് 2021 ചോദിച്ച ചോദ്യമായതുകൊണ്ടാണ് ആ വർഷത്തെ ഡയറക്ടർ ജനറലിനെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പരീക്ഷ 24 24 ചോദിക്കാം. WTOയുടെ മാത്രമല്ല, വേൾഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് പോലുള്ളത് ചോദിക്കാം. അപ്പോ 2021 WTOയുടെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. നഗോസ്കി ഒക്കിസോ ഡിബാലയാണ് ആൻസർ എന്ന് പറയുന്നത്.
അപ്പോ ഇതാണ് നമ്മുടെ 4 മൊഡ്യൂളുകളിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ എക്കണോമെട്രിക്സ് പോലുള്ള പുതിയ ഏരിയാസ് നോക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പല പ്രൊപ്പോണൻസിന്റെ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, ഇതുപോലുള്ള ഏരിയാസ് ആണ് നിങ്ങൾ സെറ്റ് എക്സാമിൽ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, ഏകദേശം ഐഡിയ നിങ്ങൾക്ക് തന്നെ കിട്ടിക്കാണും. അപ്പോ പെട്ടെന്ന് തന്നെ സമയം പാഴാക്കാതെ പഠിച്ചു തുടങ്ങുക.